ജപ്പാനിൽ സുനാമി ഉണ്ടായപ്പോ പല നാടുകളും പട്ടണങ്ങളും സുനാമിയുടെ തിരമാലകൾ നക്കിത്തുടച്ചു കളഞ്ഞപ്പോ അവിടെ പ്രിയപ്പെട്ടവരെ ആ സുനാമിയിൽ രക്ഷപ്പെട്ട ഒരു കുട്ടിയുടെ ചരിത്രം, ഒരു കുട്ടിയുടെ കഥ പത്രമാധ്യമങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. എന്താണ്? വീട്ടിലേക്ക് ആർത്തലച്ചു വരുന്ന തിരമാലകൾ വീട് തകർത്ത് തന്നെയും കുട്ടിയെയും എടുത്ത് മരണത്തിന്റെ പാളയത്തിലേക്കുള്ള സഞ്ചാരം തുടങ്ങിയപ്പോ തന്റെ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി തന്റെ തലക്ക് മുകളിലേക്ക് തന്റെ പൈതലിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സുനാമിയുടെ വെള്ളത്തിനിടയിൽ പിടഞ്ഞു മരിച്ച ഉമ്മയുടെ കഥ 2011 സുനാമിയുടെ വാർത്തകൾ വായിച്ചവർ വായിച്ചെറിഞ്ഞതാണ്. ആ വെള്ളത്തിനടിയിൽ ജീവൻ നഷ്ടപ്പെട്ട് ജീവവായുവിന് വേണ്ടി പിടയുമ്പോൾ പോലും ആ ഉമ്മയുടെ മനസ്സ്, ആ മാതാവിന്റെ മനസ്സ് കുഞ്ഞിനെ ഒന്ന് വിട്ടുകളയാം, അല്ലെങ്കിൽ കുഞ്ഞ് മരിക്കുന്നെങ്കിലും മരിച്ചോട്ടെ എന്നൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നതാണ് സത്യം. അവിടെയും അവസാനിച്ചില്ല. എത്ര സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. 2012 കൊളറാഡോയിൽ നടന്നൊരു വെടിവെപ്പ്. ആ വെടിവെപ്പിന്റെ സമയത്ത് ഒരു മാതാവ് ചെയ്തെന്താണെന്നറിയോ? ഏത് മാതാവ് അത് തന്നെയാണ് ചെയ്യുക. തുരുതുര ഒരു അക്രമി വെടിവെക്കുന്ന സമയത്ത് തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് തന്റെ ശരീരത്തിന്റെ പിറകുവശം ആ വെടിതുപ്പുന്ന ആ തീയുണ്ടക്ക് മുന്നിലേക്ക് കാണിച്ചു കൊടുത്ത് തന്റെ മകനെ സംരക്ഷിച്ച ഒരു ഉമ്മയുടെ, ഒരമ്മയുടെ, ഒരു മാതാവിന്റെ കഥ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. നമുക്കറിയാം, ഇന്നലകളിലെ അതിക്രൂരമായ ചരിത്രത്തിന്റെ സാക്ഷ്യമാണ് ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഹോളോകോസ്റ്റിൽ സാക്ഷികളായ പല പിഞ്ചു പൈതങ്ങളും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അടുത്ത കാലം വരെ. അവർ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? തങ്ങളുടെ ഉമ്മമാർ, സാധാരണക്കാരികളായ തങ്ങളുടെ മാതാക്കൾ, അവരുടെ പിഞ്ചു പൈതങ്ങളെ ടൂൾ ബോക്സുകളിലും മറ്റുമായി കടത്തി ഹോളോകോസ്റ്റിന്റെ ക്യാമ്പിന്റെ പുറത്തേക്ക് കടത്തുകയാണ്. പിടിക്കപ്പെട്ടാൽ അതിക്രൂരമായ അതിമാരകമായ വധശിക്ഷയ്ക്ക് വിധേയമാക്കും എന്ന് വ്യക്തമായി അവരറിഞ്ഞിട്ടും അങ്ങനെ പിടിക്കപ്പെട്ട മാതാക്കൾ മുൾവേലികളിലും പേപ്പട്ടികളുടെ കടികൊണ്ടും മാരകമായ വിഷവാതങ്ങൾ ശ്വസിച്ചും മരിക്കുന്നത് അവർ കണ്ടിട്ടും തങ്ങളുടെ മക്കൾ ജീവിക്കുമോ എന്നൊരു ചാൻസിന് വേണ്ടി, എന്നൊരു സാധ്യതക്ക് വേണ്ടി മക്കളെ ഒളിച്ചു കിടത്തിയ എത്രയോ മാതാക്കളുടെ ചരിത്രം കൊണ്ട് സമ്പന്നമാണ് പ്രിയപ്പെട്ടവരെ ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. ചൈനയിൽ സിച്ചുവാൻ എന്ന് പറയുന്ന പ്രദേശത്ത് 2008 ഒരു ഭൂകമ്പം ഉണ്ടായി. നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി, നൂറുകണക്കിന് വീടുകൾ തകർന്ന് തരിപ്പണമായി. രക്ഷാപ്രവർത്തകർ കെട്ടിടത്തിന്റെ ചീളുകൾ മാറ്റി അതിന്റെ അകത്ത് നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുമ്പോൾ ഒരു പെണ്ണിന്റെ മൃതദേഹം കണ്ടെടുക്കുന്നത്, ഒരു പെണ്ണിന്റെ മയ്യത്ത് കണ്ടെടുക്കുന്നത്, ആ പെണ്ണിങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ്, മണങ്ങി നിൽക്കുകയാണ്. രക്ഷാപ്രവർത്തകർക്ക് എന്താണ് സംഭവം ആദ്യം മനസ്സിലായില്ല. ആ പെണ്ണിന്റെ നട്ടെല്ല് തകർന്നിട്ടുണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങളും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്, മാംസളങ്ങൾക്കിടയിലൂടെ കെട്ടിടത്തിന്റെ ചീടുകൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവസാനം ആ പെണ്ണിന്റെ ബോഡി മാറ്റി നോക്കിയപ്പോ അതിന്റെ അടിയിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു രക്തം പോലും പൊടിയാതെ ഒരു പിഞ്ചു കുഞ്ഞ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് അവരുടെ മകനായിരുന്നു. ആ മകന്റെ ശരീരത്തിലേക്ക് കടുകുമണിയുടെ വലുപ്പത്തിലുള്ള ഒരു കല്ല് പോലും പതിക്കരുത്, ഒരു കോൺക്രീറ്റ് ചീട് പോലും പതിക്കരുത് എന്ന ദൃഢനിശ്ചയത്തോടെ ആ മാതാവ് ആ കുഞ്ഞിന് മുകളിൽ സ്വന്തം ശരീരം കൊണ്ട് ഷീൽഡ് ചെയ്ത കഥയാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് ലോകം അറിയുന്നത്. സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ സമയത്ത് അയാ ഹാഷിം എന്ന് പറയുന്ന ഒരു ഉമ്മയെ കുറിച്ച് നമ്മൾ കേട്ടതാണ്, വായിച്ചതാണ്. ഷെല്ലാക്രമണത്തിൽ തീച്ചൂളകളും കൂരമ്പുകൾ പോലെ വെടിയുണ്ടകളും ബോംബുകളും വന്നു പതിക്കുമ്പോ സ്വന്തം കുട്ടിയെ മാറോടണച്ചു ചേർത്ത് മരണം വരെ തന്റെ കുഞ്ഞിനെ സംരക്ഷിച്ച അയാ ഹാഷിം എന്ന് പറയുന്ന ഉമ്മയെ കുറിച്ച്, മാതാവിനെ കുറിച്ച് നമ്മൾ വായിച്ചതാണ്, അറിഞ്ഞതാണ്. എത്രയെത്ര കഥകളാണ് പ്രിയപ്പെട്ടവരെ, എത്രയെത്ര ചരിത്രങ്ങളാണ്. ഉമ്മ മാത്രമല്ല കേട്ടോ, ഉമ്മയുടെ കൂടെ വേറൊരാൾ കൂടിയുണ്ട്, വേറൊരു മനുഷ്യൻ കൂടിയുണ്ട്. നമ്മുടെ ഉമ്മമാർ 9 മാസം നമ്മെ ഗർഭം ചുമന്നപ്പോ ഒരായുഷ്കാലം മുഴുവൻ തലയിൽ, ഉമ്മ വയറ്റിലാണ് ഗർഭം ചുമന്നതെങ്കിൽ ഒരായുഷ്കാലം മുഴുവൻ തലയിൽ നമ്മെ ഗർഭം ചുമന്ന ആളുടെ പേരാണ് ഉപ്പ എന്ന് പറയുന്നത്. ജീവിതത്തിലെ വലിയ ഭാരങ്ങൾ തോളിലേക്ക് എടുത്തു വെച്ചപ്പോ ചിരിക്കാൻ മറന്നുപോയവൻ, കൊഞ്ചാൻ മറന്നുപോയവൻ, കളിക്കാൻ മറന്നുപോയവൻ, രസം പറയാൻ മറന്നുപോയവൻ. അതുകൊണ്ട് പല ഉപ്പമാരും ഇന്ന് വരാന്തകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നു, വീടിന്റെ കോലായകളിൽ ഒറ്റക്കിരുന്ന് സമയം കളയുന്നു. ഉമ്മയും മക്കളും പലതും സംസാരിക്കുമ്പോ ഉപ്പക്കതിൽ വലിയ പങ്കില്ല. കാരണം ഉപ്പ ഒരു കർക്കശക്കാരനാണ്, ഉപ്പ ദേഷ്യം പിടിക്കുന്നവനാണ്, എന്തിനും വഴക്ക് പറയുന്നവനാണ്. കാരണം ആ മനുഷ്യനതേ പറ്റുമായിരുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ. സാധാരണയിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കുട്ടി ഒന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാൽ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രതികരണം 2 രീതിയിലായിരിക്കും. ഉമ്മ എങ്ങനെ പ്രതികരിക്കും?
പ്രതികരിക്കുക? ഓടി വന്ന് കുട്ടിയെ വാരിയെടുത്ത് സാരില്ല മോനെ എന്ന് പറഞ്ഞ് തടവി കൊടുക്കും, ഉമ്മ വെക്കും. പക്ഷെ ഉപ്പയുടെ പ്രതികരണം പലപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഉപ്പ എന്താ ചെയ്യാ? നോക്കി നടന്നുവിടണം നിനക്ക്, ശ്രദ്ധിക്കേണ്ട നിനക്ക് എന്ന് പറഞ്ഞ് ശകാരിക്കും. ഉപ്പയുടെ മനസ്സിൽ വേവലാതി ഇല്ലാഞ്ഞിട്ടല്ല, പ്രയാസമില്ലാഞ്ഞിട്ടല്ല. പലപ്പോഴും ആ വേവലാതിയും പ്രയാസവും വാപ്പമാര് പ്രകടിപ്പിക്കാറുള്ളത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും. നമ്മൾ ഉറങ്ങുമ്പോ നമ്മുടെ കാല് വന്ന് തൊട്ടു നോക്കിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ഉപ്പ, നമ്മുടെ കൈ വന്ന് തൊട്ടു നോക്കിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ഉപ്പ. എന്റെ മോൻ വീണിട്ട് പരിക്ക് പറ്റിയോ എന്ന് പലപ്പോഴും നമ്മുടെ ഉപ്പ വന്ന് തൊട്ടു നോക്കിയിട്ടുണ്ട്. നമ്മളത് കണ്ടിട്ടില്ല, നമ്മളത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഉപ്പ ഇന്നും കരുണയില്ലാത്ത, വാത്സല്യമില്ലാത്ത, ആർദ്രതയില്ലാത്ത ഒരു രാക്ഷസനാണ്. പക്ഷെ നമ്മുടെ ഉമ്മ അത് കണ്ടിട്ടുണ്ട്, നമ്മുടെ മാതാവ് അത് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഉപ്പയുടെ സ്നേഹം ആവോളം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മുടെ സുരക്ഷയെ കുറിച്ചോർത്ത് ആ മനസ്സ് വേവലാതിപ്പെടുന്നത് നമ്മുടെ ഉമ്മ കണ്ടിട്ടുണ്ട്, നമ്മുടെ മാതാവ് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉപ്പമാരെ കുറിച്ച് നമ്മുടെ വീട്ടിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കാം, ഒരു ദുരന്തം ഉണ്ടായി എന്ന് വിചാരിക്കാം. ആ വീട്ടിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങി വരുന്ന മനുഷ്യന്റെ പേരാണ് ഉപ്പ. ഏറ്റവും അവസാനം തന്റെ ഭാര്യയും മക്കളും മുഴുവൻ സുരക്ഷിതമായ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിയതിനു ശേഷം മാത്രമേ ഉപ്പ എന്ന് പറയുന്ന ജന്മം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലെ പൂകിപ്പറമ്പിൽ ഒരു ബസ് അപകടം ഉണ്ടായല്ലോ. 145 ആളുകൾ കത്തി വെന്ത് മരിച്ച ഒരു ബസ് അപകടം. ആ ബസ് അപകടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉമ്മയും മകനും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ ബസ്സിൽ ഒരു ഫാമിലി യാത്ര ചെയ്തു. ബസ്സിന്റെ 2 ഭാഗത്തു നിന്നും അഗ്നിനാളങ്ങൾ ഇരച്ചു വന്നപ്പോ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും ജനൽപാളിയിലൂടെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് സ്വന്തം ശരീരത്തിലേക്ക് അഗ്നിനാളങ്ങളെ സ്വീകരിച്ച് ധീരമായി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ മനസ്സ് കാണിച്ചവന്റെ പേരാണ് ഉപ്പ എന്ന് പറയുന്നത്, ബാപ്പ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഈ 2 വ്യക്തിത്വങ്ങളോട്, ഉമ്മ ഉപ്പ എന്ന് പറയുന്ന 2 വ്യക്തിത്വങ്ങളോട് നമുക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്, പറഞ്ഞു തീർക്കാൻ കഴിയാത്ത കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഒരായുസ് മുഴുവനുമുള്ള പരിത്യാഗത്തിനൊടുവിൽ, ഒരായുസ് മുഴുവനുമുള്ള ത്യാഗ ജീവിതത്തിനൊടുവിൽ വയസ്സായി എല്ലാം കഴിഞ്ഞ് ശരീരം ശോഷിച്ച് മനസ്സ് ശോഷിച്ച് നിങ്ങളിലേക്ക് അവർ വരുമ്പോ അള്ളാഹുവിന്റെ കൽപ്പന എന്താണെന്ന് അറിയുമോ? വൃദ്ധനോ വൃദ്ധയോ ആയി നിന്റെ ഉമ്മയോ ഉപ്പയോ നിന്റെ അടുത്തുണ്ടെങ്കിൽ അവർക്ക് നിന്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് അറിയില്ല, നിന്റെ ജീവിതത്തെ കുറിച്ച് അവർക്ക് അറിയില്ല, നിന്റെ സംഘടനയെ കുറിച്ച്, രാഷ്ട്രീയത്തെ കുറിച്ച്, നിന്റെ ബിസിനസിനെ കുറിച്ച്, നിന്റെ ചങ്ങാതിമാരെ കുറിച്ച്, ലോകത്തെ കുറിച്ച് ഇതൊന്നും അവർക്കറിയില്ല. അവരുടെ പെരുമാറ്റം ഒരു പക്ഷേ വളരെ പരുഷമായി മാറിയേക്കാം, വളരെ വിചിത്രമായ രീതിയിൽ അവർ സംസാരിച്ചേക്കാം, വളരെ വിചിത്രമായ രീതിയിൽ അവർ നിന്നെ വഴക്ക് പറഞ്ഞേക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും, എത്ര തെറി പറഞ്ഞാലും, എത്ര വഴക്ക് പറഞ്ഞാലും, എത്ര വൃത്തികെട്ട സ്വഭാവം കാണിച്ചാലും ആ മാതാവിനോ പിതാവിനോ എതിരെ എന്ന വാക്ക് പറയാൻ പോലുമുള്ള അവകാശം നിനക്കില്ല എന്ന് ലോകത്തിന്റെ രക്ഷിതാവാണ് കൽപ്പിച്ചത്. ഉമ്മയും ഉപ്പയും എത്ര വൃത്തികെട്ട രീതിയിൽ നമ്മോട് പെരുമാറട്ടെ, എത്ര മോശമായ രീതിയിൽ നമ്മോട് പെരുമാറട്ടെ, പ്രിയപ്പെട്ടവരെ, അവരോട് ഛേ എന്ന വാക്കുകൊണ്ട് പോലും പ്രതികരിക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. നിങ്ങൾക്കറിയുമോ, പ്രവാചകന്റെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ വന്നു, എന്നിട്ട് പറഞ്ഞു, എന്റെ ഉപ്പാക്ക് എന്റെ സ്വത്തിലൊക്കെ കണ്ണുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്, എന്റെ സമ്പാദ്യത്തിലേക്ക് എന്റെ ഉപ്പാക്ക് ഒരു കണ്ണുണ്ടോ എന്നെനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു തുടുത്തു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനോട് പറഞ്ഞു, അൻത വമാലുക ലിഅബീക്, അൻത വമാലുക ലിഅബീക്, നീയും നിന്റെ സമ്പത്ത് മുഴുവൻ നിന്റെ ഉപ്പക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചയക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അവരുടെ ഭാഗത്ത് നിന്ന് എത്ര തന്നെ മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടായാലും വലാ തൻഹർഹുമ, അവരെ നിന്നെ തെറി വിളിക്കട്ടെ, വഴക്ക് പറയട്ടെ, അന്യായമായി വഴക്ക് പറയട്ടെ, ഒരു ന്യായവുമില്ലാതെ വഴക്ക് പറയട്ടെ, എത്ര തവണ ആവർത്തിച്ച് വഴക്ക് പറയട്ടെ, വലാ തൻഹർഹുമ, അവരോട് കയർത്ത് സംസാരിച്ചു പോകരുത്. അപേക്ഷയല്ല, പടച്ചറപ്പിന്റെ കൽപ്പനയാണ്. വഖുല്ലഹുമാ ഖൗലൻ കരീമ, നിന്റെ തൊള്ള, നിന്റെ വായ, നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മുന്നിൽ നീ തുറക്കുന്നുണ്ടെങ്കിൽ മാന്യമായ, സഭ്യമായ, ബഹുമാനത്തോടുകൂടിയുള്ള വാക്കുകൾ കൊണ്ട് മാത്രമേ നീ സംസാരിക്കാവൂ എന്ന അള്ളാഹുവിന്റെ കർക്കശമായ കൽപ്പനയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? ഇത്രയൊന്നും പോരാ,
ഇത്രയൊന്നും പോരാ. ഛേ എന്ന് പറയരുത്, കയർക്കരുത്, നല്ല സംസാരം മാത്രം സംസാരിക്കരുത്. ഇത്രയും പോരാ. എന്നിട്ട് ഒന്നുകൂടെ വേണമെന്നറിയോ? വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. താഴ്മയുടെ ചിറകുകൾ നീ അവർക്ക് വിരിച്ചു കൊടുക്കണം. നീ അവരുടെ മുന്നിൽ പണക്കാരനല്ല, നീ അവരുടെ മുന്നിൽ രാഷ്ട്രീയ നേതാവല്ല, നീ അവരുടെ മുന്നിൽ ബിസിനസ്സുകാരനല്ല, നീ അവരുടെ മുന്നിൽ നിന്റെ ഒരു സ്റ്റാറ്റസും അവരുടെ മുന്നിൽ നിനക്കില്ല. അവരുടെ മുന്നിൽ നീ താഴ്മയുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം. വഖുൽ, എന്നിട്ട് നീ പറയുകയും ചെയ്യണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എന്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ കരുണ ചെയ്യണം റബ്ബേ. ഏതുപോലെ അവരെന്റെ ചെറുപ്പത്തിൽ ഏത് രീതിയിലാണോ കരുണ ചെയ്തത്, അവരെന്റെ ശൈശവത്തിൽ ഏത് രീതിയിലാണോ എന്നെ കൊണ്ടു നടന്നത്, അതുപോലെ അവർക്ക് നീ കരുണ ചെയ്യണേ റബ്ബേ. അവർക്ക് നീ വാത്സല്യം നൽകണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇതിന്റെ അർത്ഥം എന്താണ്? ഉപ്പാനോടും കാണിക്കുന്നത് കേവലം അഭിനയം ആവാൻ പാടില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെ കാണിക്കണം. എന്നിട്ട് ആ ഹൃദയത്തിൽ നിന്ന് ഉമ്മക്കും ഉപ്പക്കും വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ വിഷയത്തിൽ 3 കാര്യങ്ങൾ വളരെ നിർബന്ധമായി നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് അവരുടെ ദുആ തള്ളപ്പെടില്ല ഒരിക്കലും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവഗണിക്കില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ ഉമ്മ പ്രസവിച്ചപ്പോ ആ ഉമ്മ പടച്ചോന്റെ മുന്നിൽ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചതാണ്, റബ്ബേ എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേന്ന്. അല്ലാഹ് മറുപടി കൊടുത്തു. സ്വേച്ഛാധിപതിയായ ഫിർഔന് സർവ്വസന്നാഹം ഉണ്ടായിട്ടും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോമത്തിൽ തുടങ്ങിയിട്ടില്ല. എന്താ കാരണം? ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ്, മാതാവിന്റെ പ്രാർത്ഥനയാണ്. അതേ സമയം പ്രിയപ്പെട്ടവരെ, ഇത്രയും സന്നാഹങ്ങൾ ഉണ്ടായിട്ടും അല്ലാഹു ഒരു ഉമ്മയുടെ പ്രാർത്ഥനയാൽ മൂസാ നബിയെ രക്ഷിച്ചു. അതേ സമയം സദാസമയവും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത്, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്ത് നിസ്കരിച്ച് കഴിഞ്ഞുകൂടിയ ജുറൈജ് എന്ന് പറയുന്ന മനുഷ്യൻ ഉമ്മ 3 വട്ടം വിളിച്ചിട്ട് വിളിക്ക് ഉത്തരം നൽകാത്തത് കൊണ്ട് മനസ്സിന് ചെറിയൊരു പ്രയാസം തോന്നി, ബുദ്ധിമുട്ട് തോന്നി. ആ ബുദ്ധിമുട്ടിന്റെ അനുരണനം ജുറൈജിന്റെ ജീവിതത്തിൽ തന്നെ കണ്ടു. അത്രയും പരിശുദ്ധമായ ജീവിതം നയിച്ച ജുറൈജ് മരണത്തിന് മുന്നേ ഒരു വേശ്യയുടെ ആരോപണം. ആ വേശ്യ എന്താ പറഞ്ഞത്? ജുറൈജ് ഞാനുമായി വ്യഭിചരിച്ചു എന്ന ഒരു വേശ്യ. നാട്ടിൽ ആരും വെറുക്കുന്ന, മാന്യന്മാര് മുഴുവനും വെറുക്കുന്ന ഒരു വേശ്യ. ആ വേശ്യ പറയാണ്, ഈ പരിശുദ്ധി നടിക്കുന്ന ജുറൈജ് ഞാനുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണം കേട്ടിട്ടാണ് ജുറൈജ് മരണപ്പെട്ടു പോയത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ ഒരു ആരോപണം കാരണം അദ്ദേഹത്തിന്റെ കുടിൽ തകർക്കപ്പെട്ടു, അദ്ദേഹത്തിന്റെ മിഹ്റാബ് തകർക്കപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിമാനം അല്ലാഹു തിരിച്ചു കൊടുത്തു. ഇത്രയേറെ അല്ലാഹുവിനോട് അടുത്ത മനുഷ്യനായിട്ടും ഒരു ഉമ്മ എന്താ തെറ്റ് ചെയ്തത്? അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിസ്കരിക്കുന്ന സമയത്താണ് ഉമ്മ വിളിച്ചത്, മറുപടി കൊടുക്കാൻ മനഃപൂർവ്വമല്ല. പക്ഷെ ഉമ്മയുടെ മനസ്സ് വേദനിച്ചു, പ്രയാസപ്പെട്ടു. അതിന്റെ മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ പ്രാർത്ഥന അത് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അത് നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അത് നിങ്ങൾ മറികടക്കും. അത് നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും ആ സൗഭാഗ്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ഉപയോഗപ്പെടാൻ പോകുന്നില്ല, ഉപകാരപ്പെടാൻ പോകുന്നില്ല. രണ്ടാമത്തത് അവരുടെ കണ്ണീരാണ്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ കണ്ണീര് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അപകടകരമായ ഒന്നാണ് മാതാപിതാക്കളുടെ കണ്ണീരെന്ന് പറയുന്നത്. അതിനേക്കാൾ അപകടം പിടിച്ച വേറൊന്നില്ല കേട്ടോ. ശരിക്കും മനസ്സിലായിക്കോ, ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുനീരിനേക്കാൾ അപകടം പിടിച്ച വേറെ ഒന്ന് ഈ പ്രപഞ്ചത്തിൽ പടച്ചോൻ പടച്ചിട്ടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നിട്ട് ജിഹാദിന് പോകാൻ തയ്യാറായ മനുഷ്യനോട് അള്ളാന്റെ റസൂല് ചോദിച്ചത്, നിന്റെ ഉമ്മയൊപ്പയും വീട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ പ്രവാചകൻ പറഞ്ഞത്? പോയിട്ട് അവരെ ചിരിപ്പിക്കേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുമ്പോ എൻ്റെ ഉമ്മയൊപ്പി കരഞ്ഞിട്ടുണ്ട്. റസൂൽ എന്താ പറഞ്ഞത്? നിന്റെ ജിഹാദ് അവിടെയല്ല, നിന്റെ ജിഹാദ് ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്താണ്. അവിടെ ചെന്നിട്ട് അവരെ ചിരിപ്പിക്കുക, അതാണ് നീ ചെയ്യുന്ന ഏറ്റവും നല്ല സൽക്കർമ്മം എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ തിരിച്ചയക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തത്. കാരണം എന്താ? ആ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണീരെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കാൻ മാത്രം പ്രാപ്തിയുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഖുതുബകളിൽ നമ്മൾ ഈ മിമ്പറിൽ തന്നെ വെച്ച് പറഞ്ഞ സംഭവങ്ങളുണ്ട്. ഒരു ഉമ്മയെ തന്റെ കാല് ചവിട്ടി തൊഴിക്കാൻ തയ്യാറായ ഒരു മകനുണ്ട്. ഇന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ജീവിതാവസാനം വരെ അദ്ദേഹം അനുഭവിച്ച വേദനയും പ്രയാസവും ആ ഒരു ചവിട്ട് കാരണമെന്തോ ഉമ്മ മരണപ്പെട്ടു പോയി. അവസാനം ആ മനുഷ്യൻ അതേ കാലിൽ തൊട്ടടുത്ത ആഴ്ചകളിൽ നഖം മുറിക്കുമ്പോൾ ചെറിയൊരു മുറിവുണ്ടായി. ആ മുറിവിലൂടെ ഇൻഫെക്ഷനായി
കാല് ഡയഫ്രം വരെ മുറിച്ച് എന്നിട്ടും പഴുപ്പ് മാറാതെ ശരീരം മുഴുവൻ അവശമായി ആ കിടക്കയിൽ കിടന്ന് ആ മനുഷ്യരെ കൊണ്ട് പടച്ച റബ്ബ് ആയുസ് തീരുന്നത് വരെ ഉമ്മ എന്ന് വിളിപ്പിച്ചിട്ടാണ് അവസാനം റബ്ബി ലോകത്ത് നിന്ന് അയാളെ തിരിച്ചു വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു കണക്ക് ചോദിക്കട്ടോ, റബ്ബ് കണക്ക് ചോദിക്കും. ഒരു തുള്ളി കണ്ണീരാണ് ഉമ്മയുടെ കണ്ണിൽ നിന്ന് നമ്മൾ കാരണം വീണിട്ടുള്ളതെങ്കിൽ അള്ളാഹു പരലോകത്തേക്ക് മാത്രം വെക്കില്ല, അതിന്റെ അദാബ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ തുടങ്ങും. ഒരു സംശയമാണ് ആ കാര്യത്തിൽ. അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഈ ദുനിയാവിൽ തന്നെ അദാബ് തുടങ്ങുന്നത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചതിന്റെ തിന്മയുടെ ശിക്ഷ ഈ ലോകത്ത് നിന്ന് തന്നെ തുടങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പൊരുത്തമാണ്. അവരുടെ പൊരുത്തം നമുക്ക് കിട്ടിയാൽ, നമുക്കറിയാലോ ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന മനുഷ്യൻ താബിആൻ, റസൂലിന്റെ കാലത്ത് ജീവിച്ച താബിആൻ. റസൂലിന്റെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു, പക്ഷെ പ്രവാചകനെ കാണാൻ വരാൻ കഴിഞ്ഞിട്ടില്ല, ബൈഅത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. റസൂലിനെ കണ്ടാലേ സ്വഹാബിയാവുള്ളൂ. താബിയായിരുന്നു. എന്താ കാരണം? ഉമ്മ കിടപ്പിലാണ്, ഉമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്. അതുകൊണ്ട് ഉമ്മയെ വിട്ടിട്ട് യമനിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഉമ്മയെ ശുശ്രൂഷിക്കേണ്ടതുണ്ടായിരുന്നു, പരിചരിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആ മനുഷ്യന് നൽകിയ, അള്ളാഹു ആ മനുഷ്യന് നൽകിയ സ്ഥാനം എന്താണെന്നറിയോ? റസൂൽ പറഞ്ഞു, എൻ്റെ മരണത്തിന് ശേഷം കർണ് ഗോത്രത്തിൽപ്പെട്ട ശരീരത്ത് ഒരു നാണയത്തിന്റെ വലുപ്പത്തിൽ പാണ്ടിന്റെ അടയാളമുള്ള ഉവൈസ് എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടാൽ എൻ്റെ സലാം പറയണം, എൻ്റെ അഭിവാദ്യം പറയണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന് ശേഷം വന്ന ഖുലഫാഉർ റാഷിദീങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞു, അദ്ദേഹത്തെ കണ്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് ഓരോ ഉംറ സംഘവും വരുമ്പോൾ അതിൽ ഉവൈസുൽ ഖർനിയെ തിരയുമായിരുന്നു. അവസാനം ആ മനുഷ്യനെ കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അഭിവാദ്യം ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ അറിയിച്ചു കൊടുത്തു എന്നാണ്. മാത്രമല്ല, പ്രവാചകൻ പറഞ്ഞെന്താണെന്നറിയോ? ഉവൈസുൽ ഖർനിയെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടാൻ ഉവൈസുൽ ഖർനിയോട് പറയുക. കാരണം അള്ളാഹുവിന്റെ പേരിൽ ഉവൈസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് തള്ളിക്കളയുകയില്ല. സ്വഹാബത്ത് മുഴുവൻ ഉവൈസുൽ ഖർനിയെ വളഞ്ഞു. എന്തിനു വേണ്ടി? ഒന്ന് ദുആ ചെയ്യാൻ പറയാൻ, ഒന്ന് ഇസ്തിഗ്ഫാർ നടത്താൻ പറയാൻ. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവർ, അത്രയും വലിയ ബഹുമതി ഉവൈസുൽ ഖർനിക്ക് കിട്ടിയത് കുറെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടല്ല, കുറെ സുന്നത്ത് നോമ്പെടുത്തിട്ടല്ല, കുറെ സദഖ ചെയ്തിട്ടല്ല. കിടപ്പിലായി പോയ തൻ്റെ ഉമ്മയെ, തൻ്റെ മാതാവിനെ, മറ്റെല്ലാം വലിച്ചെറിഞ്ഞ്, മറ്റേ സൗഭാഗ്യങ്ങൾ മുഴുവനും വലിച്ചെറിഞ്ഞ് ആ ഉമ്മയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞു നിന്നതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ നാഥൻ ഉവൈസുൽ ഖർനിക്ക് നൽകിയ ബഹുമതിയാണ്. ഈ ബഹുമതി നമുക്കും കിട്ടും. പ്രിയപ്പെട്ടവരെ, നാം ഈ കർമ്മം ചെയ്താൽ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കാണ്, കുറേ തെറ്റ് ചെയ്തു പോയി, കുറേ തിന്മ ചെയ്തു പോയി, എന്താ പരിഹാരം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചെന്താ അറിയോ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ആൾ പറഞ്ഞു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. എങ്കിൽ പെട്ടെന്ന് ഓടിക്കോ ഉമ്മയുടെ അടുത്തേക്ക്. ഉമ്മയുടെ അടുത്ത് സമയം ചിലവഴിക്കുന്നതിനേക്കാൾ പാപങ്ങൾ പൊഴിച്ചു കളയുന്ന മറ്റൊരു കർമ്മവും എനിക്കറിയില്ല. ആരായി പറയണത്? റയീസുൽ മുഫസ്സിരീൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ 10,000 ഹദീസുകളിൽ ഒപ്പിയെടുത്ത് ലോകത്തിന് പകർന്നു കൊടുത്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് പറയുന്നത്, ഉമ്മയുടെ ചാരത്തിരുന്ന് ഉമ്മയെ പരിചരിക്കുന്നതിനേക്കാൾ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്ന മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. സിമ്പിളായി മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, ഉമ്മയെ ഉപ്പയെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു സുഹൃതമില്ല, അവരെ വെറുപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു പാതകവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ വെറുപ്പ്, മാതാപിതാക്കളുടെ കോപം എന്ന് പറയുന്ന വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അവരുടെ തൃപ്തി എന്ന് പറയുന്ന ആ മഹാസൗഭാഗ്യം നേടിയെടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين.